ഇന്നത്തെ ദേശീയ പണിമുടക്കിൽ സംസ്ഥാനത്ത് KSRTC ബസ്സുകൾ സാധാരണ പോലെ സർവീസ് നടത്തുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ അങ്ങനെ ബസ് നിരത്തിലിറക്കിയാൽ തടയുമെന്ന് പ്രഖ്യാപിച്ച LDF കൺവീനർ TP രാമകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. TP രാമകൃഷ്ണന്റെ പ്രസ്താവനയാണ് സംസ്ഥാന വ്യാപകമായി അക്രമം നടത്താനുള്ള പ്രേരണ നൽകിയിട്ടുള്ളത്. സംസ്ഥാന പോലീസ് അക്രമാരികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചതും രാമകൃഷ്ണന്റെ പ്രസ്താവനയുടെ ഫലമാണ്. കാരണം ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് അക്രമകാരികൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പോലീസ് സംരക്ഷണം നൽകുന്ന നിലപാട് സ്വീകരിച്ചില്ല. മാത്രമല്ല, കേരളത്തിലെ ഇന്ന് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ മാത്രമാണ് ഈ പണിമുടക്ക് നടന്നത്. ദേശീയ പണിമുടക്ക് എന്ന് പ്രഖ്യാപിച്ച് 140 കോടി പരം ജനങ്ങളുള്ള ഇന്ത്യയിൽ ഈ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ മാത്രമാണ് 137 കോടി ജനങ്ങളും ഈ സമരത്തെ കളഞ്ഞിരിക്കുകയാണ്, പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ്. കേരളം സർക്കാർ സ്പോൺസേഡ് ഹർത്താലാണ് കേരളത്തിൽ നടത്തിയത്. സർക്കാരിന്റെ സംരക്ഷണത്തിലാണ് ഇവിടെ അഴിഞ്ഞാടിയത്, ഇവിടുത്തെ അക്രമകാരികൾ അഴിഞ്ഞാടിയത്. 2000 കോടി രൂപയാണ് സംസ്ഥാനത്തിന് നഷ്ടം. 2000 കോടി രൂപ നഷ്ടം 2018 സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് തന്നെ അവരുടെ കണക്ക് പ്രകാരം 1500 കോടി മുതൽ 2000 കോടി വരെ ഒരു ദിവസം കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടമാണ്, ഖജനാവിന് നഷ്ടമാണ്. പക്ഷെ ഇന്ന് കേരളത്തിൽ അതിൽ കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടം വന്നിരിക്കുന്നു. ഇതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. മാത്രമല്ല, ഈ പണിമുടക്ക് എന്തിനു വേണ്ടിയാണ് സർക്കാർ നടത്തിയത്? കേരളത്തിലെ പാവപ്പെട്ട ആശാ വർക്കർമാര് ഇവിടെ നിരവധി മാസങ്ങളായി സമരം ചെയ്യുകയാണ്. അവരുടെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലും വർദ്ധിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? കേരളത്തിലെ ആരോഗ്യമേഖലയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരോഗ്യമേഖല രൂക്ഷമായ പ്രതിസന്ധിയാണ്. തൊഴിലില്ലായ്മ രൂക്ഷമായി പെരുകുകയാണ്. രൂക്ഷമായ വിലക്കയറ്റം നേരിടുകയാണ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്നിട്ടും കേരളം കേന്ദ്ര സർക്കാരിനോട് ഈ എന്തൊക്കെയാണ് കേരളം ആവശ്യപ്പെട്ടത് അത് പരിപൂർണമായി നടപ്പാക്കി കൊടുക്കുന്നു. മാത്രമല്ല, കേരളം ആവശ്യപ്പെട്ടതിൽ കൂടുതൽ തുകയാണ് പല പദ്ധതികൾക്കും നൽകിയിട്ടുള്ളത്. പക്ഷെ വകമാറ്റി ചെലവഴിക്കുന്നു. കേരളത്തിന്റെ സമഗ്രമായ വികസനമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. പക്ഷെ എന്നാൽ കേരളത്തിന് നൽകുന്ന തുക വകമാറ്റി ചെലവഴിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമരം സർക്കാരിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ്. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ, ഹാജർ നില കുറയ്ക്കാൻ സർക്കാരിന് കഴിഞ്ഞത്. ജനങ്ങൾ നിരത്തിലിറങ്ങാൻ തയ്യാറായിരുന്നു. ജനങ്ങൾ ഇതിനെ നേരിടാൻ തയ്യാറായിരുന്നു. പക്ഷെ പോലീസ് സംരക്ഷണം നൽകാൻ തയ്യാറല്ല. കാരണം പോലീസ് അക്രമകാരികളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. അതുകൊണ്ട് സർക്കാർ സ്പോൺസേഡ് ബന്ദാണ് കേരളത്തിൽ നടത്തിയത്. ഇത് അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട സർക്കാർ തന്നെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇത് ഹൈക്കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ദേശീയ നിലവാരത്തിൽ നടത്തിയ ഈ പണിമുടക്ക് ജനങ്ങൾ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ, കാരണം കേരളം ഒഴികെയുള്ള ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ഇതിനാഹ്വാനം ചെയ്ത ട്രേഡ് യൂണിയൻ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഈ അക്രമകാരികളെ സഹായിച്ച പോലീസ് അധികാരികൾക്കെതിരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാക്കണം. കാരണം അക്രമം നടക്കുമ്പോൾ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയാണ്. അക്രമകാരികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് കട തുറന്നപ്പോൾ ആ കട തുറന്ന് പ്രവർത്തിക്കാൻ സർക്കാർ സംരക്ഷണം നൽകുകയല്ല ചെയ്തത്. അക്രമകാരികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്.
പെട്രോൾ പമ്പുകൾ പൂട്ടാനാണ് സർക്കാർ ഇവിടെ പോലീസുകാർ ചെല്ലുന്നത്. അല്ലാതെ പോലീസ് അത് തുറന്ന് പ്രവർത്തിക്കാൻ സംരക്ഷണം നൽകുന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്. അപ്പൊ പോലീസ് തികച്ചും പക്ഷപാതപരമായി ഈ പണിമുടക്കിനെ വിജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്തത്. ഇത് അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമായ നിലപാടാണ്. അതുകൊണ്ട് ജനങ്ങൾ ഈ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ജനങ്ങളോട് മാപ്പ് പറയാൻ കേരളത്തിലെ സർക്കാരും അതുപോലെ ഇതിന് ആഹ്വാനം ചെയ്ത ദേശീയ നേതൃത്വവും തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുന്നു.